ഇന്നിപ്പോൾ രാവിലെ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ തണുപ്പ് വിടാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. കുറേ കാലമായി ഉണ്ടാക്കിയിട്ട്. വിഷുക്കട്ടാന്നൊക്കെ പറയും തൃശ്ശൂർ ഭാഗത്തൊക്കെ കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയാമെന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് തേങ്ങാപ്പാലിൽ കുറച്ച് എന്താ പറയുക നെയ്യും ഉപ്പും അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ പച്ചക്കറികളൊക്കെ അവിടെ വെച്ചിട്ട് തണുപ്പ് ഇങ്ങനെ വിട്ട് വരുന്നു. പിന്നെ ഇത് നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് നല്ല എന്താ പറയുക തേങ്ങാപ്പാലും കൂടി, അതായത് ഫസ്റ്റ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് നെയ്യ് തൂവിയിട്ട് പ്ലേറ്റിൽ അല്ലെങ്കിൽ ഇലച്ചീന്തിലോ നമ്മളിതിങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് തണുക്കുമ്പോൾ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മൂനും പാറുവിനും ഭയങ്കര ഇഷ്ടമാണ്. അമ്മൂന് ഇത് എരിവ് കൂട്ടിയിട്ട് കഴിക്കുന്നത് ഇഷ്ടം കേട്ടോ. പാറുവിന് ഇത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടും. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാക്കണം, ചമ്മന്തിയൊക്കെ. അപ്പോൾ അതായത് നമ്മൾ അവിയലിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടന് അത്ര വലിയ പിടുത്തമില്ല അവിയൽ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ക്യാബേജിൻ്റെ തോരൻ സവാളയും തേങ്ങയൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അവിടെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങ അരക്കലും പാലെടുക്കലും ഒക്കെ കൂടി ആയപ്പോൾ മൊത്തം അടുക്കള നീറ്റല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് തുടച്ച് വെടുപ്പാക്കിയിട്ടു. പിന്നെ അപ്പോഴേക്കും അമ്മ എണീറ്റ് അപ്പുറത്ത് എന്തൊക്കെയോ പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് സെറ്റാക്കി. പിന്നെ അമ്മൂനിത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കാന്താരിമുളക് ഉണ്ട്. അപ്പോൾ അതും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി കേട്ടോ. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചോറ് ഇവിടെ റെഡി, ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചമ്മന്തി. പിന്നെ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കുറേ പേര് കഴിക്കും. പിന്നെ നമ്മുടെ അവിയലിവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ പാറുവിന് തേങ്ങാപ്പാൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മൂന് കുറച്ച് ചമ്മന്തിയും ഇത് പീസാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വിഷുക്കട്ടയും കൂടി കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും പാർക്കുട്ടിയും കൂടി എണീറ്റു. പിന്നെ ചേച്ചി അനിയത്തിയും കൂടി രണ്ടാളും കൂടി കഴിക്കലായി കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മു ക്ലാസ്സിന് പോകണില്ല. ഇന്ന് അവൾക്ക് ഈ അലർജി ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ചുമയും തുമ്മലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ അതിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അലർജി ഇങ്ങനെ ഉണ്ട് എൻ്റെ ഒരു അളവെന്നൊക്കെ നോക്കാൻ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇന്നാണ്. അപ്പോൾ അവൾ പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്ന് വരണ വഴിക്ക് അവൾ നമ്മുടെ ഉപ്പിലിട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ പേരയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരെണ്ണം കഴിച്ച് പാറുവിനൊക്കെ കൊടുത്തു. പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് തീരെ കഴിക്കാൻ വേണ്ടി വിശപ്പ് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഒരു പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചോറ് അവിയലും അതുപോലെ കുറച്ച് ഉപ്പേരിയൊക്കെ കൂട്ടി. അപ്പോൾ എൻ്റെ കൂടെ പാറും അമ്മയും കൂടി കഴിക്കാണ്ട് കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാറുവിന് നമ്മുടെ ഈ വിഷുക്കട്ട ഉണ്ടാക്കിയത് മതി, അമ്മൂനെ തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് ഈ അവിയൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാമല്ലോ, അതൊന്ന് എരിവൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ അമ്മും കൂടി കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഈ മുരിങ്ങക്കോലൊക്കെ എടുത്ത് പാറു കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചി ഇന്ന് പോകാത്തതുകൊണ്ട് തന്നെ നല്ല ശല്യമാക്കിയിട്ടുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ സിനിമ കാണാൻ കിടക്കുമ്പോൾ പാറു വന്ന് നല്ല ഇടയ്ക്ക് ഉപദ്രവം കുറച്ച് കൂടുമ്പോൾ അമ്മുവിൻ്റെ നിന്ന് കിട്ടും. പക്ഷെ അത്ര വലിയ പിള്ളേർ അമ്മയിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നില്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മ കുറച്ച് അറിവ് വെച്ച കാരണം വലിയ തല്ലുകൊട്ടും പിടിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത്ര